നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണല്ലോ. ക്വാർട്ടറിൽ അവരുടെ എതിരാളികളായിട്ട് വരുന്നത് ഫ്രാൻസ് ആണ്. എന്തായാലും ഒളിമ്പിക്സിൽ അർജന്റീനയുടെ മുന്നേറ്റത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചയാളാണ് ഇക്കി ഫെർണാണ്ടസ്. മധ്യനിരയിൽ സുപ്രധാനമായിട്ടുള്ള റോൾ അദ്ദേഹം വഹിക്കുന്നുണ്ട്. ആ ഇക്കി ഫെർണാണ്ടസ് ഒരു പക്ഷേ ഈ ഒളിമ്പിക്സിലെ അർജന്റീനയുടെ തുറുപ്പ് ചീട്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇക്കി ഫെർണാണ്ടസ് ചെറിയ പ്രായത്തിൽ യൂറോപ്പിലേക്കല്ല, മറിച്ച് അർജന്റീന വിട്ട് സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്. ഇക്കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുന്നു. ഒളിമ്പിക്സിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു. അന്ന് നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. കാരണം അന്നിപ്പോൾ ഇക്കി ഫെർണാണ്ടസ് ആരാണ് എന്ന് നമ്മുടെ നാട്ടിൽ അധികം പേർക്കും ഒന്നും അറിയുന്നുണ്ടാവില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മിന്നിക്കത്തുമ്പോൾ താരത്തിന് വലിയ ഭാവിയുണ്ട് എന്നെല്ലാവരും സമ്മതിക്കുന്ന ഘട്ടമാണ്. 22 വയസ്സേ ഉള്ളൂ ഇക്കി ഫെർണാണ്ടസിന്. നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ബൊക്ക ജൂനിയേഴ്സിലാണ്, അർജന്റീനയിലെ ടോപ്പ് ക്ലബിലാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബായ അൽ ഖാദിസിയയിലേക്ക് അദ്ദേഹം പോകുന്നത്. അൽ ഖാദിസിയയെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവര് സൗദി അറേബ്യയിലെ ദമ്മാമിനടുത്തുള്ള കോബാർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലബ്ബാണ്. ഇത്തവണ അവർ സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറാംകോയാണ് അവരുടെ ഓണർഷിപ്പ് കൈയാളുന്നത്. അപ്പോൾ വമ്പൻ താരങ്ങൾ അവർ ടീമിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അർജന്റീനയിൽ നിന്നുള്ള ടോപ്പ് ടാലന്റ് ഇക്കി ഫെർണാണ്ടസിനെ തന്നെ അവർ സ്വന്തമാക്കുന്നത്. ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്, കൺഫേംഡ് ആക്കി ഇത് പറയുന്നത് TYC സ്പോർട്സ് ആണ്, അർജന്റീനയിലെ പ്രമുഖ മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇനി സംശയങ്ങളില്ല. അവർ പറയുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ബൊക്ക ജൂനിയേഴ്സ് ഇക്കി ഫെർണാണ്ടസിനെ സൗദി അറേബ്യൻ ക്ലബിലേക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ താരം ബൊക്കയിലേക്ക് തിരിച്ചെത്തില്ല. ഇതാണ് ഹെഡിങ് തന്നെ. എന്നിട്ട് വിശദമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്ലബിന്റെ ട്രാൻസ്ഫർ ഹിസ്റ്ററിയിലെ തന്നെ വലിയ തുകകളിൽ ഒന്നായിരിക്കും ക്ലബിന് ലഭിക്കുക എന്നുകൂടി അവർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും വിശദമായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നു. അതിൽ പറയുന്നത്, താരത്തിന് തീർച്ചയായിട്ടും സൗദി അറേബ്യയിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. യൂറോപ്പിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ ഇക്കി ഫെർണാണ്ടസ് കാണുന്നത്. അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകും. അതിനുശേഷം ഒരു പക്ഷേ ഭാവിയിൽ യൂറോപ്പിലേക്ക് കൂടുമാറിയേക്കുമെന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബൊക്ക ജൂനിയേഴ്സിന്റെ മൗറിസിയോ സെറേന അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നയാളാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് ഇക്കി ഫെർണാണ്ടസ് ബൊക്കയുടെ പ്ലെയർ ആണ്, അദ്ദേഹം ക്ലബിനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഹാപ്പിയാണ്, ഒളിമ്പിക്സിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും നല്ല താരങ്ങൾക്ക് ഓഫറുകൾ വരും, എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. പാരീസിലെ ഇക്കി ഫെർണാണ്ടസ് മികച്ച പ്രകടനം നടത്തുക കൂടി ചെയ്തതോടെ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബ് കൂടുതൽ നല്ല നീക്കങ്ങൾ നടത്തുകയും അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് 15 മുതൽ 20 മില്യൺ യൂറോക്കിടയിലാണ്. ആ തുക കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വാങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യം ഒഫീഷ്യലി ഇപ്പോ അനൗൺസ് ചെയ്തിട്ടില്ല ബൊക്ക ജൂനിയേഴ്സ്, എങ്കിലും സെയിൽ നടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കി പറയുന്നത്. ചുരുക്കത്തില് അൽ ഖാദിസിയയിലേക്ക് സൗദി അറേബ്യൻ പ്രോ ലീഗ് കളിക്കാൻ അർജന്റീനയുടെ ഭാവി വാഗ്ദാനം എന്ന് വിശേഷിപ്പിക്കുന്ന 22-കാരനായിട്ടുള്ള ഒളിമ്പിക്സിൽ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കി ഫെർണാണ്ടസ് എത്തുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.